അഹാനയിൽ നിന്നും നേരിട്ട മോശം അനുഭവങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ് അമ്മൂമ്മയായ വസന്ത. തന്വിയുടെ വീഡിയോയിലൂടെയായിരുന്നു തുറന്നു പറച്ചിൽ. വീഡിയോ തന്വി ഡിലീറ്റ് ചെയ്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. അമ്മൂമ്മയെക്കുറിച്ച് അഹാന പറഞ്ഞ കാര്യങ്ങളും അമ്മൂമ്മയുടെ പ്രതികരണവുമായിരുന്നു തന്വി കാണിച്ചത്. അവരുടെ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാറുണ്ട്, ഈ ഗ്രൂപ്പിൽ നിന്നും നീ ഇറങ്ങണ്ട, എന്താണ് പറയുന്നതെന്ന് അറിയാമല്ലോ എന്നായിരുന്നു അമ്മൂമ്മ പറഞ്ഞത്. അഹാന അയച്ച മെസ്സേജുകളും തന്വി വായിച്ചിരുന്നു. അപ്പൂപ്പനെ കാണണമെങ്കിൽ ഈ സ്ത്രീയോട് അടങ്ങി നിൽക്കാൻ പറയണം എന്നൊക്കെ അമ്മു മെസ്സേജ് അയച്ചിരുന്നു. ഇനിയും നെഗറ്റീവ് പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ റിപ്ലൈ കൊടുത്തത്. പിന്നെയും കമൻറ്റുകൾ വന്നതോടെയാണ് കമൻറ്റ് ബോക്സ് ഓഫാക്കിയത്. എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അമ്മുമ്മയെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കാൻ വയ്യ. കാനഡയിൽ നിന്നും കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് എന്നെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് കൊച്ചു വന്നത്. അപ്പൂപ്പനും കൊച്ചിനോട് ഇങ്ങോട്ടേക്ക് വരാനും ഞങ്ങളെ നോക്കണമെന്നും പറഞ്ഞിരുന്നു. അമ്മു എന്നെ എടി, ഇവളെ, അവളെ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അതൊന്നും പറയാൻ വയ്യ. ഓസിയും ഇഷാനിയും ഹൻസികയും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അമ്മു തനിക്കയച്ച സന്ദേശങ്ങളും അവർ വായിച്ച് കേൾപ്പിച്ചിരുന്നു. ഇനി എനിക്ക് ഒരമ്മൂമ്മ, അപ്പച്ചി, വസന്ത ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു എന്നായിരുന്നു ഒരു മെസ്സേജ്. നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ച് അടിക്കും, അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്ക് ലാസ്റ്റ് അയച്ച മെസ്സേജ്. എടി വസന്തേ, അതെ ഇതെ അങ്ങനെയൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്യും. അമ്മൂമ്മയ്ക്ക് അതെടുത്ത് വെക്കാനൊന്നും അറിയില്ല. എന്നെ എന്തെങ്കിലും പറഞ്ഞപ്പോഴേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. അമ്മു എന്നെ തെറി വിളിച്ചപ്പോഴാണ് ഞാനും തിരിച്ചു പറഞ്ഞത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, ചുമ്മാ ഇരുന്ന് എന്നെ തെറി വിളിച്ചതാണ് അവൾ. അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്ന ആരോപണത്തിനും വസന്ത മറുപടി നൽകിയിരുന്നു. അപ്പൂപ്പൻ്റെ മൂക്കിൽ നിന്നും രക്തം വന്നു എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. മൂക്കങ്ങാൻ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേയുള്ളൂ, അല്ലാതെ മൂക്കിൽ നിന്നും രക്തം വരത്തില്ല. തെറി പറഞ്ഞ ഹോം നേഴ്സിനെ ഞാൻ പുറത്തു നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഏത് ഹോം നേഴ്സിനെ വെച്ചാലും ഏജൻസിയിലെ അവർ വിളിച്ച് പറയുന്നത്. അവിടെ മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീയുണ്ട്. അവർ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് നന്നായി പറഞ്ഞോളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഞാനാണ്, ആ സ്ത്രീയല്ല. ഞാൻ ആരെയെങ്കിലും ഫോൺ ചെയ്താൽ ഇവർ അത് റെക്കോർഡ് ചെയ്തിട്ട് ഇത്ര മണിക്ക് ഇന്നയാളെ വിളിച്ചു എന്ന് പറയും. ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരെയാണ്. അവരെ വിളിച്ച് പരാതി പറയാറുണ്ട്. എൻ്റെ ഭർത്താവ് പോയതോടെ എനിക്കാരുമില്ല. എന്നെ വിളിക്കാൻ പോലും ആരുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും അടി കൂടിയാൽ നാട്ടുകാർക്ക് എന്താണ്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും, പിടികൂടും. അതാരും തിരക്കേണ്ട കാര്യമില്ല. 58 വർഷത്തോളം ഒന്നിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞുകൂടെ? എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും തന്നിട്ടാണ് എൻ്റെ ഭർത്താവ് പോയതെന്നുമായിരുന്നു അമ്മൂമ്മ പറഞ്ഞത്.